താമരശ്ശേരിയിൽ ആളില്ലാത്ത വീട് കുത്തിത്തുറന്ന് കവർച്ച. കോരങ്ങാട് മാട്ടുമ്മൽ ഷാഫിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 10 പവനോളം സ്വർണം മോഷ്ടിക്കപ്പെട്ടതായി ഷാഫിയുടെ ഭാര്യ സാഹിദ താമരശ്ശേരി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. വിശദാംശങ്ങളുമായി സിദ്ദിഖ് ചേരുന്നു താമരശ്ശേരിയിൽ നിന്ന്. സിദ്ദിഖ്, ഇത് ഈ താമരശ്ശേരി ഭാഗത്ത് അടിക്കടി കവർച്ചയുണ്ട്. ഇതിപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? ടോം, 2 ദിവസം മുന്നേ ഈ ഷാഹിദ തന്റെ വീട്ടിലേക്ക് പോയിരുന്നു. ഈ ഷാഫി ആണെങ്കിൽ വിദേശത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്നലെ രാത്രി വൈകി ഷാഹിദയും മക്കളും വീട്ടിലെത്തിയ സമയത്ത് മുൻവാതിൽ തുറന്ന് വെച്ച് പൊളിച്ചു വെച്ച നിലയിൽ കണ്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ വിവരം പോലീസിൽ അറിയിക്കുകയും തുടർന്ന് അകത്തൊക്കെ കയറി പരിശോധിച്ച സമയത്ത് അലമാരയിലെ വസ്ത്രങ്ങളും മറ്റും വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. അങ്ങനെ ഇവിടെ സൂക്ഷിച്ചിരുന്ന 10 പവൻ സ്വർണം നഷ്ടപ്പെട്ടു, മോഷ്ടിക്കപ്പെട്ടു എന്നാണ് ഷാഹിദ പരാതി നൽകിയിരിക്കുന്നത്. ഈ സമയത്ത് പോലീസൊക്കെ സ്ഥലത്തെത്തി. അതുപോലെ വിരലടയാള വിദഗ്ധർ, അതുപോലെ ഫിംഗർ പ്രിന്റ് ഒക്കെ എല്ലാം എടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഒരു പോലീസ് പറയുന്ന ഒരു സൂചന, കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയ രീതിയിലുള്ള ഒരു മോഷണം എന്ന ഒരു പ്രൊഫഷണൽ മോഷ്ടാക്കൾ അല്ല എന്ന ഒരു സൂചന കൂടി പോലീസ് ഇവിടെ നൽകുന്നുണ്ട്. ഏതായിരുന്നാലും ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം താമരശ്ശേരി പോലീസ് നടത്തി വരികയാണ്. ടോം, സിദ്ദിഖ്, ഈ പ്രദേശങ്ങളില്, പ്രത്യേകിച്ചും ഈ താമരശ്ശേരി ഉൾപ്പെടുന്ന പ്രദേശങ്ങളില് മോഷണം തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട്. പോലീസിന്റെ വേണ്ട രീതിയിലുള്ള ഒരു പരിശോധനയും പോലീസ് പട്രോളിങ്ങും ഒന്നും രാത്രി സമയങ്ങളിലൊന്നും അവിടെ ഇല്ലേ? പോലീസ് പട്രോളിംഗ് നടക്കുന്നുണ്ട്. എന്നാൽ അത്തരം ഒരു കുറച്ച് ഉൾപ്രദേശമായ ഒരു ഭാഗം ആണ് ഒന്ന്. രണ്ടാമത്തത്, ഈ അടുത്തിടെയായി കാര്യമായ മോഷണങ്ങൾ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നു, എന്നാൽ അടുത്തിടെയായി ഇത്തരം സംഭവങ്ങളിൽ ഒരു കുറവുണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ ഇത് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഇപ്പൊ ആദ്യമായാണ് ഇത്തരത്തിലൊരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഏതായിരുന്നാലും പോലീസ് ഗൗരവമായി തന്നെ ഇതിനെ കാണുന്നുണ്ട് എന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാൻ കഴിയുക. ഏതായിരുന്നാലും ഒരു മണിക്കൂറുകളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ ഒരു കൃത്യത നമുക്ക് ലഭിക്കുമെന്ന് കൂടി പോലീസ് സൂചിപ്പിക്കുന്നുണ്ട്. കേട്ടോ, ഇത് 10 പവനോളം സ്വർണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരു പ്രൊഫഷണൽ മോഷ്ടാക്കളല്ല ഇതിന് പിന്നിലെന്ന് പോലീസ് പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ കുടുംബവുമായി, വീടുമായി അടുപ്പമുള്ളവരിലേക്കാണോ അന്വേഷണം നീങ്ങുന്നത്? അതെ, തീർച്ചയായും അത്തരത്തിലുള്ള ഒരു സൂചനയാണ് പോലീസ് നൽകുന്നത്. ഏതെങ്കിലും രീതിയിൽ ഈ വീടുമായിട്ട് ബന്ധമുള്ളവരോ മറ്റോ ആവാം. അതല്ലെങ്കിൽ ഈ വീട്ടിൽ ഏതെങ്കിലും രീതിയിൽ ജോലിക്ക് വന്നവരോ, അതല്ലെങ്കിൽ ഇവർ വീട്ടിലില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള അങ്ങനെ ആരെങ്കിലും ആവാം എന്നുള്ളൊരു സൂചന ഇവിടെ പോലീസ് പറയുന്നുണ്ട്. ഏതായിരുന്നാലും കൃത്യമായ ഒരു വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. പ്രാഥമികമായിട്ടുള്ള അന്വേഷണം മാത്രമാണ് ഇപ്പോൾ പോലീസ് നടത്തി വരുന്നത്. ഇതിന്റെ സൈബർ സെൽ, മൊബൈൽ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് സ്വാഭാവികമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള മൊബൈൽ ടവർ ലൊക്കേഷനോ മറ്റോ അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ പോലീസ് ഇവിടെ പരിശോധിക്കുന്നുണ്ട്. ഏതായിരുന്നാലും വരും ദിവസങ്ങളിൽ തന്നെ പെട്ടെന്ന് തന്നെ ഇതിലൊരു ക്ലാരിറ്റി ഉണ്ടാവുമെന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന സൂചന. ടോം, വ്യക്തമാണ്. താമരശ്ശേരിയിൽ നിന്ന് സിദ്ദിഖാണ് വിവരങ്ങൾ നൽകിയത്. ഈ കോഴിക്കോട് താമരശ്ശേരി മേഖലയിൽ ഈ മോഷണം തുടർക്കഥയാകുന്നുണ്ട്. ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. ഇത്തരം മോഷണ കേസുകളിൽ പോലീസ് പലപ്പോഴും പ്രതികളിലേക്ക് എത്താൻ പോലീസിന് കഴിയുന്നില്ല. പക്ഷേ ഈ കേസിൽ, താമരശ്ശേരിയിലെ ഷാഫിയുടെ വീട്ടിൽ മോഷണം നടത്തിയ കേസിൽ ഉടൻ തന്നെ പ്രതിയെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.